ഒരു ചെറിയ സ്കൂട്ടർ പഠിപ്പിക്കല്. പക്ഷേ അതിനുള്ളിൽ ഒളിഞ്ഞിരുന്നത് വലിയ വികാരങ്ങളായിരുന്നു. നിധിക്ക് സ്കൂട്ടർ ഓടിക്കാൻ വലിയ പേടി. എന്നാലും എല്ലാവരും ചേർന്ന് അവളെ ധൈര്യപ്പെടുത്താൻ ശ്രമിക്കുന്നു. ഞാൻ പുറകിലുണ്ട്. ധൈര്യമായി പോയിട്ട് വാ. ആദ്യം എല്ലാം തമാശയും ചിരിയും നിറഞ്ഞതായിരുന്നു. പക്ഷേ സുധീഷിന്റെ മനസ്സിൽ മറ്റൊന്നാണ് നടക്കുന്നത്. നിധിയോട് കൂടുതൽ അടുപ്പം ഉണ്ടാക്കാൻ, അവളെ കൂടുതൽ മനസ്സിലാക്കാൻ ഈ സമയം ഉപയോഗിക്കണമെന്നായിരുന്നു അവന്റെ ആഗ്രഹം. പക്ഷേ കാര്യങ്ങൾ അവൻ വിചാരിച്ചതുപോലെ പോയില്ലാതെ. സ്കൂട്ടർ ബാലൻസ് തെറ്റിയില്. നിധി താഴെ വീണു. അവൾക്ക് ചെറിയ പരിക്ക് പറ്റിയെങ്കിലും അതിനേക്കാൾ കൂടുതൽ വേദനിച്ചത് സുധീഷിന്റെ മനസ്സാണ്. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല എന്ന് അവൻ പറഞ്ഞിട്ടും ആരും അത് പൂർണ്ണമായി വിശ്വസിക്കുന്നില്ല. അതിനുശേഷം സുധീഷ് തന്റെ ഉള്ളിലെ വേദന തുറന്നു പറയുന്നു. അവൾ എന്നെ ഭർത്താവായി കാണുന്നില്ല. ആ വാക്കുകൾ കേട്ടപ്പോൾ എല്ലാവരും നിശബ്ദരായി. സ്നേഹിച്ച് വിവാഹം കഴിച്ച പെൺകുട്ടിയെ ഇപ്പോഴും അവനെ ഒരു സഹോദരനെ പോലെ മാത്രമാണോ കാണുന്നത്? അതായിരുന്നു അവന്റെ ഏറ്റവും വലിയ പേടി. പക്ഷേ സുഭാഷേട്ടൻ അവനെ ആശ്വസിപ്പിക്കുന്നു. സമയം കൊടുക്കൂയേ. ഇപ്പോൾ അവൾ നിന്നെ ഒരു സുഹൃത്തായി കാണുന്നു. ഒരു ദിവസം അത് സ്നേഹമായി മാറും. സ്നേഹം ബലമായി പിടിച്ചു വാങ്ങാൻ കഴിയില്ല. അതിന് സമയം വേണം. വിശ്വാസം വേണം. ഇനി നിധിയുടെ മനസ്സിൽ മാറ്റം ഉണ്ടാകുമോ? സുധീഷിന്റെ സ്നേഹം അവൾ മനസ്സിലാക്കുമോ?